നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മഹാനായ സലാഹുദ്ദീൻ ഇബ്നു സുലൈമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കിതാബുൽ ഹിക്കമിൽ സലാഹുദ്ദീൻ കിതാബ് എന്നറിയപ്പെടും. അതിൽ രേഖപ്പെടുത്തി വെക്കുന്ന ദാരിദ്ര്യവും മറവിയും ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് അല്പം ചില കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിച്ച് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫ് റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് ജീവിതത്തിൽ ദാരിദ്ര്യവും മറവിയും ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്. മഹാനായ സലാഹുദ്ദീൻ ഇബ്നു സുലൈമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കിതാബുൽ ഹിക്കമിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ഒരുപാട് ദാരിദ്ര്യവും മറവിയും ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറെ ഉപകാരമാണ്. ഇത് നാം ശ്രദ്ധിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നത് നാം ശ്രദ്ധിച്ചാൽ ദാരിദ്ര്യം ഉണ്ടാവാതിരിക്കാനും മറവി സംഭവിക്കാതിരിക്കാനൊക്കെ കാരണമാകും. ഈ കാര്യങ്ങൾ ഞാൻ പറയാൻ പോകുന്നത് ഇസ്ലാം അനുസരിച്ച് ജീവിക്കണം, മഹാന്മാർ പറയുന്നതനുസരിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളോടാണ്. എല്ലാത്തവരോട് നമ്മൾ പറയുന്നില്ല. എല്ലാത്തവർക്ക് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം. ലിബറലിസവും പുരോഗമനവാദവും പിന്തുടർന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, അവർക്ക് അവരുടെ ഇഷ്ടം പോലെ ജീവിക്കാനുള്ള റൈറ്റ്സ്, അവകാശങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇത് ഞാൻ പറയാൻ പോകുന്നത് മഹാന്മാർ പറയുന്നതും ആലിമീങ്ങളായ സൂഫിയാക്കളായ പണ്ഡിതന്മാർ കാണിച്ചു തന്ന ആ പാതയിലൂടെയൊക്കെ നടക്കാൻ കൊതിക്കുന്ന, ആഗ്രഹിക്കുന്ന ആളുകളോടാണ് ഇത് പറയുന്നത് എന്ന് പ്രത്യേകം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ. അപ്പോൾ മഹാനായ സലാഹുദ്ദീൻ ഇബ്നു സുലൈമാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വദഉ ഉമൂറൻ തുനീലു സഹവ സാഹിബഹാ വൽഫഖറ ദഅദൗ ഖമാ മറത് വമാ ദുസിമാ. മഹാനവറുകൾ പറയുകയാണ്, ദാരിദ്ര്യവും മറവിയും ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. അതിൽ ഒന്നാമതായിട്ട് നീ വെടിയേണ്ടത് കയ്പുള്ളത് അമിതമായിട്ട് കഴിക്കൽ. കയ്പുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ എന്ത് ചെയ്യുക, രുചിക്കൽ നീ എന്ത് ചെയ്യണം, ഒഴിവാക്കണമെന്ന് മഹാനവറുകൾ രേഖപ്പെടുത്തി വെക്കുകയാണ്. അതുപോലെ തന്നെ വമാ ദുസിമ, കൊഴുപ്പുള്ളതിനെയും അമിതമായി കഴിക്കൽ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. അമിതമായി കഴിക്കലാണ് മഹാനവറുകൾ പറയുന്നത്. അത്യാവശ്യം കഴിച്ചുകൊണ്ട് കുഴപ്പമില്ല. കയ്പുള്ള വസ്തുക്കളും കൊഴുപ്പുള്ള വസ്തുക്കളും അമിതമായിട്ട് എന്ത് ചെയ്യുക, കഴിക്കുക. ഇത് നമുക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ മിതത്വം പാലിക്കണം. അല്ലെങ്കിൽ ഹബീബായ തങ്ങൾ പറയുന്നു, നമ്മുടെ വയറിനെ മൂന്നായി തിരിക്കണം. ഒന്ന് ഭക്ഷണത്തിനും, മറ്റൊന്ന് വെള്ളത്തിനും, മറ്റൊന്ന് വായുവിനുമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കണം. നമ്മൾ സാധാരണ ഒരു രസകരമായിട്ട് പറയും, എന്ത് ചെയ്യണം, നമ്മൾ ജീവിക്കാൻ വേണ്ടി തിന്നണം, തിന്നാൻ വേണ്ടി ജീവിക്കരുത് എന്നൊക്കെ രസകരമായിട്ട് പറയുന്നത് പോലെ എന്ത് ചെയ്യണം, നമുക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള, ആരോഗ്യം നിലനിർത്താനുള്ള ഭക്ഷണമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. അമിതമായിട്ട് കഴിച്ചാൽ അത് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പുറമെ നമുക്ക് മടിയുണ്ടാക്കും, അലസത നമുക്ക് ഉണ്ടാക്കിയെടുക്കും. പിശാച് എന്താവും, നമ്മെ പെട്ടെന്ന് കീഴ്പ്പെടുത്തി കളയും അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നവരെ. അങ്ങനെ അമിതമായിട്ട് ഭക്ഷണം കഴിച്ച് കൊളസ്ട്രോളിൻ്റെ അളവൊക്കെ കൂടിയാൽ നമുക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. കൊളസ്ട്രോൾ ഉണ്ടാകും, അതുപോലെ തന്നെ തൈറോയിഡ്, മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. വലിയ ക്ഷീണം, എല്ലാത്തിനും ഒരു മടി, ഉന്മേഷക്കുറവ്, ഇതൊക്കെ ഭക്ഷണം അമിതമായി കഴിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അതുപോലെ തന്നെ വലിയ അസുഖങ്ങളും ഉണ്ടാകും. ഇന്നൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ വർദ്ധിച്ചു വരുന്ന ഈ ഫാസ്റ്റ് ഫുഡ് സംസ്കാരം, അത് നമ്മെ വലിയ വിപത്തിലേക്ക് കൊണ്ടെത്തിക്കും. അതുകൊണ്ടല്ലേ അസുഖങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വരാൻ കാരണം, ക്യാൻസർ എന്ന് പറയുന്ന മാറാവ്യാധി പോലും ഇങ്ങനെ വർദ്ധിച്ചു വരാൻ കാരണം എന്താണ്, ഈ ഫാസ്റ്റ് ഫുഡ് സംസ്കാരം നമ്മിലേക്ക് കടന്നു വന്നതുകൊണ്ടാണ്. നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്കൊക്കെ എന്താണ്, വൈകുന്നേരമായ എന്താവും, ഭർത്താവിനോടോ വാപ്പയോടോ മക്കളോടൊക്കെ വിളിച്ചു പറയും, നിങ്ങൾ വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരണം കേട്ടോ, ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുന്ന ഒരവസ്ഥ. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ പാകം ചെയ്ത് നല്ല ഒരു കെമിക്കലുകളും ഒന്നും കൂട്ടാതെ നല്ല ശുദ്ധമായ രീതിയിൽ പാകം ചെയ്ത് നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബക്കാർക്കും നൽകണം. അതാണ് നമ്മുടെ ആരോഗ്യത്തിന് സംരക്ഷണം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഭക്ഷണം എന്ത് ചെയ്യണം, അമിതമായി കഴിക്കാൻ പാടില്ല. അത് നമുക്ക് മോശമായ ചിന്തകൾ വരുത്താനും
അത് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവ് കൂട്ടിക്കൊണ്ട് നമുക്ക് എന്താവും, അത് നമ്മുടെ മോശമായ ചിന്തകൾ വരാനും അത് വികാരം വർദ്ധിക്കാനൊക്കെ കാരണമാകുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അദ്കിയയിൽ രേഖപ്പെടുത്തി വെക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ കൽബിനെ ശുദ്ധീകരിക്കാനുള്ള 5 മരുന്നുകൾ മഹാനവറുകൾ പറയുന്നുണ്ട്. അതിലൊരു മരുന്നായിട്ട് പറയുന്നത് എന്താണ്? ഭക്ഷണം എന്ത് ചെയ്യുക, അമിതമായി കഴിക്കാതിരിക്കുക എന്നതാണ്. നമ്മുടെ ഹൃദയത്തെ നന്നാക്കാനുള്ള ഒരു മരുന്നാണ് ഭക്ഷണം ചുരുക്കുക, അമിതമായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നത്. അമിതമായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ മോശമായ ചിന്തകൾ വരാനും അത് നമ്മെ വളരെ മോശമായ രീതിയിലേക്ക് നയിക്കാനും ഒക്കെ കാരണമാകും. അതുകൊണ്ട് തന്നെ എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ മിതത്വം പാലിക്കണം. അത് ഏറ്റവും ഹൈറാണ്. അത് നമുക്ക് ആരോഗ്യ സംരക്ഷണത്തിന് ഉതകുന്നതാണ്. അതുപോലെ തന്നെ കൊഴുപ്പുള്ളത് അമിതമായിട്ട് ഇങ്ങനെ കഴിക്കാതിരിക്കുക. കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ, ഈ നല്ല കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ അത് അമിതമായിട്ട് കഴിക്കാതിരിക്കുക. അത്യാവശ്യത്തിനൊക്കെ കഴിക്കാം, അമിതമാകുമ്പോഴാണ് പ്രശ്നമുള്ളത്. അതുപോലെ തന്നെ കയ്പുള്ള വസ്തുക്കളും എന്ന് മഹാനവറുകൾ രേഖപ്പെടുത്തി വെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസ് കാണാൻ സാധിക്കും. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കൈ കഴുകാതെ കിടന്നുറങ്ങിയാൽ എന്തെങ്കിലും സംഭവിച്ചാൽ അവൻ തന്നെയാണ് അതിന് ഉത്തരവാദി എന്ന് പറയുന്ന ഒരു ഹദീസുണ്ട്. അപ്പോൾ കൊഴുപ്പുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ നല്ല വൃത്തിയായി വായും കൈയൊക്കെ എന്ത് ചെയ്യണം, വൃത്തിയായി കഴുകണമെന്ന് ആ ഹദീസിൽ നിന്ന് മനസ്സിലാകും. അതുപോലെ തന്നെ അമിതമായി കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതല്ല എന്നൊക്കെയുണ്ട്. അപ്പോൾ എപ്പോഴും ഭക്ഷണത്തിൽ മിതത്വം പാലിച്ചുകൊണ്ട് കൊഴുപ്പുള്ളതും കയ്പുള്ളതുമായ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ എന്ത് ചെയ്യുക, പരമാവധി ചുരുക്കി കൊണ്ടുവരിക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമുക്കൊക്കെ നല്ല ആരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അടുത്തതായിട്ട് മഹാനവറുകൾ പറയുകയാണ്, കദൽ ഹവാമില അക്ലൻ കാന ഔ ശുർബാ ബിൽഇഅ്തിയാദി ഫലാ തകുൻ ബിഹാ ജഇമാ. മഹാനവറുകൾ അടുത്തായിട്ട് പറയുന്നത് കദൽ ഹവാമില, പുളിയുള്ളതും അതുപോലെ തന്നെയാണ്. അക്ലൻ കാന ഔ ഷുർബൻ, തിന്നുകയാണെങ്കിൽ കുടിക്കുകയാണെങ്കിലും ബിൽ ഇഅ്തിയാദി ഫലാ തകുൻ ബിഹാ ജഇമ, അതിനെ പതിവാക്കൽ. പുളിയുള്ളത് അതുപോലെ തന്നെ കയ്പുള്ളത് അതുപോലെ തന്നെ കൊഴുപ്പുള്ളത് ഇതൊക്കെ പതിവായിട്ട് കഴിക്കൽ അത് ഒഴിവാക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ അതുകൊണ്ട് മാത്രം വയറ് നിറക്കുക. ഈ പുളിയുള്ള ഭക്ഷണം കൊണ്ട് മാത്രം എന്ത് ചെയ്യുക, വയറ് നിറക്കുക. ഈ അച്ചാറൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ എന്ത് ചെയ്യുക, അമിതമായിട്ട് കഴിച്ചിട്ട് അതുകൊണ്ട് മാത്രം വയറ് നിറക്കുക. അത് നല്ലതല്ല എന്ന് മഹാനവറുകൾ ഓർമ്മപ്പെടുത്തുകയാണ്. അത് നമുക്ക് മറവിയും ദാരിദ്ര്യമൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങളായിട്ട് മഹാനവറുകൾ എണ്ണി പറയുകയാണ്. അപ്പോൾ അതെന്ത് ചെയ്യുക, നമ്മൾ സൂക്ഷിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. കയ്പുള്ള ഭക്ഷണങ്ങൾ അമിതമായിട്ട് കഴിക്കാതിരിക്കുക. അതുപോലെ തന്നെ പുളിയുള്ളത് അതുപോലെ തന്നെ കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ ഇതൊന്നും അമിതമായിട്ട് കഴിക്കാതിരിക്കുക. അത് ഏറ്റവും നല്ലതാണെന്ന് മഹാനവറുകൾ ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്തതായിട്ട് പറയുന്നത് ലാ തഖ്റമാ ഖുതഫി അൽവാഹി മഖ്ബറത്തിൻ വലാ തബിത്ഹ ഉനാ മുസ്തൗഹിഷൻ അത്മാ. ലാ തഖ്റമ ഖുത്തഫി അൽവാഹി മഖ്ബറത്തിൻ, മഖ്ബറയിൽ എഴുതി വെച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ വായിക്കാതിരിക്കുക. അത് നമുക്ക് ദാരിദ്ര്യവും മറവി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. മഖ്ബറയിലെ ഖബർസ്ഥാനിലെ കല്ലുകളിലൊക്കെ എഴുതി വെച്ചത് ഇങ്ങനെ എന്ത് ചെയ്യുക, എപ്പോഴും വായിക്കാതിരിക്കുക. അത് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വലാ തബിത് ഹഉന മുസ്തൗഹിഷൻ അത്മാ, ഇരുട്ടുള്ള രാത്രിയിൽ ഏകാന്തനായിക്കൊണ്ട് എന്ത് ചെയ്യുക, ശ്മശാനത്തിൽ പള്ളിത്തൊടുവിലൊക്കെ താമസിക്കുന്നതിനെ, അവിടെ രാപ്പാർക്കുന്നതിന് എന്ത് ചെയ്യണം, ഒഴിവാക്കണം. അവിടെ പല പിശാചുക്കൾ വരാനും പല നമ്മെ ഭയപ്പെടുത്തുന്ന പല കാര്യങ്ങൾ സംഭവിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ശ്മശാനത്തിൽ എന്ത് ചെയ്യുക, ഏകാന്തനായിക്കൊണ്ട് രാത്രി താമസിക്കുന്നതിനെ ഒഴിവാക്കുന്നത് നല്ലതാണെന്ന് മഹാനവറുകൾ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. രാത്രിയൊക്കെ ഖബർസ്ഥാനിൽ ഒറ്റക്ക് നിൽക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അത് പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ പലതും നമ്മുടെ മനസ്സിൽ ഭയം വന്നുകൊണ്ട് പലതും നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് പല പ്രശ്നങ്ങളും അതുണ്ടാകാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഭയപ്പെട്ടാൽ നമ്മുടെ മാനസിക നില പോലും തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മൾ സൂക്ഷിക്കണം. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് ഇനിയും തുടർന്ന് ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഒരുപാട് മഹാനവറുകൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ചായിട്ട് നമുക്ക് പല വീഡിയോകളിലായിട്ട് ചർച്ച ചെയ്യാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് കുറക്കുന്നത്, ഒഴിവാക്കുന്നത്, ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ജീവിത വിജയത്തിനൊക്കെ ഉതകുന്ന നിദാനമാകുന്ന കാര്യങ്ങളാണ് മഹാനവറുകൾ രേഖപ്പെടുത്തി വെക്കുന്നത്. അള്ളാഹു മഹാനവറുകളുടെ
കിതാബിൻ്റെ മുസന്നിഫായ മഹാനായ സലാഹുദ്ദീൻ ഇബ്നു സുലൈമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. അള്ളാഹു നമ്മയൊക്കെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നല്ല സ്വാലിഹീങ്ങളായ സ്വാലിഹത്തുകളായ നല്ല മക്കളാക്കി മാറ്റട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട പവിത്രമാക്കപ്പെട്ട മാസങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അള്ളാഹു ആ മാസങ്ങളൊക്കെ നമുക്ക് അനുകൂലമാക്കി നൽകട്ടെ. നമുക്ക് കൂടുതൽ ഇബാദത്ത് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും പ്രത്യേകം ദുആയിൽ ഉൾപ്പെടുത്തണം എന്ന വസിയത്തോടെ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.